ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട ലവ് ഓൺ ദി എഡ്ജ് ഓഫ് ഡിവോഴ്സിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. സെക്രട്ടറി ഫൂഡ് പറയുന്നുണ്ട്, വരുന്ന ഗസ്റ്റ് നമ്മുടെ ഗ്രാൻഡ് പേയുടെ ഫ്രണ്ട്സിൻ്റെ മക്കളാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേകം കെയറും റെസ്പെക്റ്റും ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ അവിടെ വന്ന് നോക്കുമ്പോൾ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് വേണ്ടിയിട്ടുള്ള ടേബിളാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ സെക്രട്ടറിയോട് ചോദിക്കുന്നു, എന്താടാ ഇത്, ഇങ്ങനെയൊക്കെയാണോ ഞാൻ അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്? സെക്രട്ടറിയുടെ മനസ്സിലപ്പോൾ എന്തോ ഉണ്ട്, പക്ഷെ അവനത് ഫൂയോട് പറയുന്നില്ല. അവനിങ്ങനെ പേടിച്ചിട്ട് പറയും, വരുന്ന ഗസ്റ്റ് ചിലപ്പോൾ പെണ്ണായിരിക്കും. ഫൂ അപ്പോൾ അവൻ്റെ തലയിൽ കൈ വെച്ചിട്ട് പറയും, എന്താടാ നടക്കുന്നത്, സത്യം പറ. സെക്രട്ടറി അപ്പോഴാണ് സത്യം പറയുന്നത്. ഗ്രാൻഡ്പ പറഞ്ഞിട്ടാണ്, ഞാനായിട്ട് ചെയ്തതൊന്നുമല്ല, ഷെൻമിയാനുമായിട്ടൊരു ഡേറ്റ് സെറ്റ് ചെയ്യാനായിട്ട് എന്നോട് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. മിസ് ഷെൻ ഇപ്പോൾ അവരുടെ റൂമിലാണല്ലേ, കുറച്ച് കഴിയുമ്പോൾ ഒരാൾ അവരിങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വരും. അപ്പോൾ ഫൂ പറയാണ്, എന്ത് സ്കീമിങ് ഗേളാണവള്, ഗ്രാൻഡ്പ വീണ്ടും കയ്യിലെടുക്കാനായിട്ട് നോക്കുക. അവൾ ഏത് റൂമിലാണ് ഉള്ളത് എന്ന് ചോദിക്കുമ്പോൾ സെക്രട്ടറി അവളുടെ റൂം നമ്പർ പറയും. ഫൂ അപ്പോൾ പറയും, അവളുടെ റൂമിലേക്ക് നീ ഡിവോഴ്സ് പേപ്പേഴ്സ് കൊണ്ടുകൊടുക്ക്, എന്നിട്ട് ഈ ടേബിളും ക്ലീൻ ചെയ്തേക്ക്. എന്നിട്ട് ഇവൻ അവളുടെ റൂമിന് നേരെ നടക്കുകയാണ്. അപ്പോൾ ഇവൻ മനസ്സിലാലോചിക്കുന്നുണ്ട്, ഷെൻമിയാൻ, നീ വളരെ കാര്യമായിട്ട് എന്നെ ഡിവോഴ്സ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അതിന് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കും. ആ സമയത്ത് ഷെൻമിയാനാണെങ്കിൽ ഫോൺ ചെയ്തും കൊണ്ട് റൂമിന് പുറത്തേക്ക് വരികയാണ്. ഗ്രാൻഡ്പയാണ് അവളെ വിളിക്കുന്നത്. ഗ്രാൻഡ്പ നൈസായിട്ട് ഇവൾക്ക് വേണ്ടി ഡിന്നർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറയുകയാണ്. ആദ്യമായിട്ട് ഷെൻമിയാൻ ആരാണെന്ന് ഫൂ ഇപ്പോൾ അറിയും. ഇവളെ കാണുമ്പോൾ ഫൂ നമ്പരക്കുന്നുണ്ട്. ഒരു നിമിഷത്തേക്കെങ്കിലും ഇവളാണോ ഷെൻമിയാൻ എന്നവൻ ചിന്തിച്ചു പോവുകയാണ്. പക്ഷേ ആ കളി പൊളിക്കാനായിട്ട് അവൾ ഇപ്പോഴും തയ്യാറായിട്ടില്ല. അവളുടനെ പ്ലാൻ മാറ്റി പറയും, ഷെൻമിയാനാണ് എന്നെ വിളിച്ചിങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്. ഇവളിപ്പോഴും പെന്നിയായിട്ട് തന്നെ അവൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഷെൻമിയാൻ മനഃപൂർവ്വം പെന്നിയെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയതാണെന്ന് അവൻ മനസ്സിലാക്കും. അങ്ങനെ അവൻ വിചാരിക്കുന്നത് കൊണ്ട് തന്നെ ഷെൻമിയാനോടുള്ള ദേഷ്യം അവന് ഇരട്ടിക്കുകയാണ്. പെന്നി അവനോട് പറയും, ഷെൻമിയാൻ എന്നെ വിളിച്ചിട്ട് ഡിവോഴ്സ് കിട്ടാത്തിടത്തോളം ഞാനൊരു മിസ്ട്രസ് തന്നെയായിരിക്കും എന്നൊക്കെ പറഞ്ഞു എന്ന് അവനോട് പറയും. അവന് അവളോടുള്ള ദേഷ്യം വീണ്ടും ഒന്ന് മുറുകുകയാണ്. അവൾ ഗ്രാൻഡ്പയുടെ മുന്നിൽ വിക്റ്റിമായിട്ട് കാണിച്ചിട്ട് ഇപ്പോൾ നിന്നെ ഹ്യൂമിലിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ റൂമിൽ കയറി അവൾക്ക് 2 കൊടുക്കാമെന്നും പറഞ്ഞ് ഫൂ പെന്നി അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ പെന്നി പറയും, വേണ്ട, അവളെ എനിക്കിനി കാണണ്ട. അവൾ എന്നിട്ട് പറയും, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്നതൊന്നും ഒരു വിഷയമേ അല്ല. അവനപ്പോൾ അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, പെന്നി, കുറച്ച് നാളെങ്കിലും നീ എന്നോട് അകലം പാലിച്ചപ്പോൾ എനിക്ക് എന്ത് വിഷമമായെന്നറിയാവോ? അവളപ്പോൾ പറയും, ഇന്ന് തന്നെ നീ ഷെൻമിയാനെ ഡിവോഴ്സ് ചെയ്യണം. അവൻ സമ്മതിക്കും. അവൻ പറയും, ഇനി ഞാൻ നിന്നെ വിഷമിപ്പിക്കില്ല, നിന്നെ മാത്രമാണ് ഞാൻ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നത്. അവളപ്പോൾ പറയും, ഞാൻ നിൻ്റെ ഭാര്യ ആവാനായിട്ട് യാതൊരു യോഗ്യതയില്ല, ഞാൻ വെറും ഒരു ഡിസൈനർ മാത്രമാണ്, നമ്മൾ തമ്മിൽ ഒരിക്കലും മാച്ചാവില്ല. അവനപ്പോൾ പറയും, നീ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നുന്നില്ല, നമ്മുടെ ഇടയിൽ പ്രണയമുണ്ട്, വേറൊന്നിനെയും കുറിച്ച് നീ ചിന്തിക്കേണ്ട. അത്രയും പറഞ്ഞിട്ട് അവൻ അവളെ കിസ് ചെയ്യാണ്. അപ്പോൾ സെക്രട്ടറി അവനെ ഫോൺ ചെയ്യുന്നുണ്ട്. സെക്രട്ടറി പറയും, ഗ്രാൻഡ്പ ദേഷ്യത്തിലാണ്, നിങ്ങൾ ഡിന്നർ കഴിച്ചില്ല എന്ന് ഗ്രാൻഡ്പ അറിഞ്ഞു, എന്തെങ്കിലും പറഞ്ഞ് ഗ്രാൻഡ്പയെ ഒന്ന് സമാധാനിപ്പിക്കണം. അവൻ ഗ്രാൻഡ്പയെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പറയും, ഞാനും ഷെൻമിയാനും ഇന്നത്തോടെ എല്ലാത്തിനും ഒരു തീരുമാനമാവും. അവൻ പോകാനായിട്ട് തിരിയുമ്പോൾ ഇവൾ വീണ്ടും അവൻ്റെ പേര് വിളിക്കുകയാണ്. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇവൾ അവൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട്. കാര്യം ഷെൻമിയാനും പെന്നിയും ഒരേ ആൾ തന്നെയാണെങ്കിലും ഷെൻമിയാനെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യം അത് അവൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അത് അവളുടെ മുഖത്ത് നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് ഗ്രാൻഡ്പ ആണെങ്കിൽ കുറേ വഴക്ക് പറയുന്നുണ്ട് ഇവനെ വിളിച്ചിട്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവളെ അവിടെ കൊണ്ടുവന്നത്, എന്നിട്ട് നീ അവളെ ഡിവോഴ്സ് ചെയ്യണമെന്നാണോ പറയുന്നതെന്നൊക്കെ ഗ്രാൻഡ്പ ചോദിക്കുന്നുണ്ട്. ഫൂ അപ്പോൾ പറയും, ഗ്രാൻഡ്പ, എൻ്റെ ലൈഫിൽ ഇൻ്റർഫിയർ ചെയ്യാതിരിക്കുക, എനിക്ക് ഒരു ജീവിതമുണ്ട്, അത് ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ കൂടെ തന്നെ എനിക്ക് ജീവിക്കണം. അത് കേൾക്കുമ്പോൾ ഗ്രാൻഡ്പ പറയും, നാളെ ആ പെണ്ണിനെ വിളിച്ചും കൊണ്ട് എൻ്റെ അടുത്തേക്ക് വാ, എനിക്ക് അവളെ ഒന്ന് കാണണം. പിറ്റേ ദിവസം തന്നെ അവൻ പെണ്ണിയും വിളിച്ചും കൊണ്ട് ഗ്രാൻഡ്പയെ കാണിക്കാനായിട്ട് വരികയാണ്. പക്ഷെ അവൾക്ക് അറിയില്ലായിരുന്നു ആ കാര്യം. അവളെ അറിയിക്കാതെ സർപ്രൈസ് ആയിട്ടാണ് കൊണ്ടുവന്നത്. അവിടെ എത്തുമ്പോഴാണ് ഗ്രാൻഡ്പയെ കാണാനാണ് വന്നത് എന്നുള്ള കാര്യം അവൾ അറിയുന്നത്. അവൻ ഗ്രാൻഡ്പയെ വിളിക്കുന്നതും അവൾ അവനെ തന്നെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്, മുഖം തിരിക്കാതെ. അപ്പോൾ ഗ്രാൻഡ്പ വന്നിട്ട് അവനോട് പറയുന്നുണ്ട്, ഇങ്ങനെയാണോ നിൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടി ബിഹേവ് ചെയ്യുന്നത്? ഇത്രയും പ്രായമായ ഞാനിവിടെ വന്ന് നിൽക്കുമ്പോഴും തിരിഞ്ഞു പോലും നോക്കാണ്ട് അവൾ ഇപ്പോഴും നിന്നെ ഹഗ് ചെയ്ത് നിൽക്കുക. ഫൂ അപ്പോൾ അവളോട് പറയും, നീ പേടിക്കണ്ട, തിരിഞ്ഞു നോക്ക്, ഗ്രാൻഡ്പ വന്നിട്ടുണ്ട്. അവളങ്ങനെ തിരിയുന്നതും ഗ്രാൻഡ്പ അതിശയിക്കുകയാണ്. നീയോ എന്നിങ്ങനെ ചോദിക്കാൻ വരുമ്പോഴത്തേക്കും അവൾ പറയും, ഗ്രാൻഡ്പയെ കണ്ടതിലൊരുപാട് സന്തോഷം, എൻ്റെ പേര് പെന്നി, നമ്മൾ തമ്മിൽ ഇതിനു മുന്നേ കണ്ടിട്ട് പോലുമില്ല, അതിനെന്നോട് ക്ഷമിക്കണം. എന്നിട്ട് അവളിങ്ങനെ കണ്ണ് കാണിക്കുകയാണ് ഗ്രാൻഡ്പയെ, ഒന്നും പറയരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഗ്രാൻഡ്പയാണെങ്കിലും ഒരേ സമയം സന്തോഷവും ഫീൽ ചെയ്യുന്നുണ്ട്, അതേസമയം സർപ്രൈസ്ഡും ആണ്. എന്താ നടക്കുന്നതെന്ന് ശരിക്കും അറിയില്ലല്ലോ. എന്നിട്ട് അവൾ ഗ്രാൻഡ്പയെ കൈ പിടിച്ച് അവിടെ കൊണ്ടിരുത്താൻ നേരത്ത് പറയുന്നുണ്ട്, ഗ്രാൻഡ്പ, ഞാനാണ് ഷെൻമിയാൻ എന്ന് ഫൂവിനോട് പറയേണ്ട ആവശ്യമില്ല,
എല്ലാം ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എന്നിട്ട് അവരവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഗ്രാൻഡ്പയെ കാണാനായിട്ട് വന്നപ്പോൾ ഞാൻ ഗിഫ്റ്റൊന്നും കൊണ്ടുവന്നിട്ടില്ല, എനിക്കറിയില്ലായിരുന്നു ഗ്രാൻഡ്പയെ കാണാനാണ് വരുന്നതെന്ന്. ഗ്രാൻഡ്പ ആണെങ്കിൽ അപ്പോൾ പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല മോളെ, നമ്മൾ ഫാമിലി ആണല്ലോ എന്ന് പറയാൻ വരുന്നതിന് മുന്നേ തന്നെ അത് മാറ്റി പറയാണ്. അവനപ്പോൾ അവളുടെ കൈ പിടിച്ചിട്ട് പറയും, ഗ്രാൻഡ്പ, എനിക്ക് പെണ്ണിയെ വിവാഹം കഴിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഗ്രാൻഡ്പ അവളുടെ പേരിങ്ങനെ ഷൻ എന്ന് പറയാൻ വരുമ്പോൾ വീണ്ടും മാറ്റി പറയാണ്, മോളുടെ ആഗ്രഹം എന്താണ്, മോളുടെ അഭിപ്രായം എന്താണ്? അവളപ്പോൾ പറയും, എനിക്കറിയാം ഞാൻ ഫൂവിന് അനുയോജ്യമായൊരു പെണ്ണല്ലാന്ന്. അപ്പോൾ ഗ്രാൻഡ്പയും ഫൂയും അവൾ പറയുന്നത് കേട്ടിട്ട് ഒരേ സമയത്ത് പറയാണ്, നോൺസെൻസ് ആണതെന്ന്. ഗ്രാൻഡ്പ അങ്ങനെ പറഞ്ഞു കേട്ടിട്ട് ഫൂ ഗ്രാൻഡ്പയോട് ചോദിക്കും, അപ്പോൾ ഗ്രാൻഡ്പയ്ക്ക് സമ്മതമാണോ? ഗ്രാൻഡ്പ പക്ഷേ അവളോട് വീണ്ടും ചോദിക്കും, നീ എന്താ അങ്ങനെ പറഞ്ഞേ, എന്തുകൊണ്ടാണ് നിനക്ക് തോന്നുന്നത് നീ അവൻ അനുയോജ്യമായൊരു പെണ്ണല്ലാന്ന്? അവളപ്പോൾ പറയും, ഫൂ വളരെ നല്ലൊരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്, അവൻ ഹാൻഡ്സം ആണ്, യങ്ങും സക്സസ്ഫുള്ളും ആണ്, പോരാത്തതിന് നല്ലൊരു മനുഷ്യനുമാണ്. പക്ഷേ ഞാനാണെങ്കിലോ വെറുമൊരു ഡിസൈനർ മാത്രമാണ്. അപ്പോൾ ഫൂ പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ മനസ്സിൽ വളരെ പെർഫെക്റ്റ് ആണല്ലേ? അവനെപ്പോഴും അവളോട് പറയുന്നത്, ഞാൻ അതൊന്നും കെയർ ചെയ്യുന്നില്ല, ഞാൻ ആകെ കെയർ ചെയ്യുന്ന കാര്യം എനിക്ക് നിന്നോട് ഇഷ്ടമാണെന്നുള്ളതാണ്. ഗ്രാൻഡ്പ അപ്പോൾ അവളോട് ചോദിക്കും, എൻ്റെ കൊച്ചുമോൻ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് നിനക്കറിയാമല്ലോ അല്ലേ, നീ സിംഗിളാണോ? അവളപ്പോൾ പറയും, ഞാനും മാരീഡാണ്, പക്ഷേ എനിക്ക് അവനെ ഇഷ്ടമാണ്, കണ്ടതിലും സംസാരിച്ചതിലും ഒരുപാട് സന്തോഷമുണ്ട്, ഞാനിപ്പോൾ പോവുകയാണെന്നും പറഞ്ഞ് ഗ്രാൻഡ്പ എഴുന്നേറ്റ് പോവുകയാണ്. അപ്പോൾ ഫൂ ചോദിക്കുന്നുണ്ട്, ഗ്രാൻഡ്പ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ, ഗ്രാൻഡ്പയ്ക്ക് ഞാൻ ഇവളെ കല്യാണം കഴിക്കുന്നത് സമ്മതമാണോ? അപ്പോൾ ഗ്രാൻഡ്പ യെസ് എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അവൻ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവൾ പക്ഷേ ദേഷ്യത്തിലാണ്. അവൾ പറയും, നീ ഇതുപോലെയുള്ള സർപ്രൈസ് ഒന്നും ചെയ്യരുത്. അവൻ പറയും, നീ എന്നോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യണ്ട, ഞാൻ നാളെ തന്നെ ഡിവോഴ്സ് ചെയ്യുന്നുണ്ട് ഷെങ്നിയാനെ. അവൾ അന്ന് വീട്ടിൽ വന്നിരുന്നിട്ട് അച്ഛൻ്റെ ഫോട്ടോ നോക്കി പറയുന്നുണ്ട്, അച്ഛാ നാളെ ഞാൻ അവനെ ഡിവോഴ്സ് ചെയ്യും, അത് തന്നെയാണ് നമുക്ക് രണ്ടുപേർക്കും ബെസ്റ്റ്. അവളുടെ അച്ഛനുമായിട്ടുള്ള നിമിഷങ്ങൾ വീണ്ടും കാണുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലെ CCTV റെക്കോർഡിങ്സ് അവൾ ചെക്ക് ചെയ്യുകയാണ്. അപ്പോഴാണ് യാദൃശികമായിട്ട് രണ്ടാം അമ്മയും അഡ്വക്കേറ്റും തമ്മിലുള്ള സംഭാഷണം ഇവൾ കാണുന്നത്. അവൾക്ക് കാര്യം മനസ്സിലാവും, ഇവരെല്ലാവരും കൂടെ ചേർന്നുള്ള ഒത്തുകളിയാണിതെന്ന്. അച്ഛൻ്റെ സ്വത്തുക്കളും പ്രോപ്പർട്ടീസും കമ്പനിയും എല്ലാം രണ്ടാനമ്മയുടെയും മകളുടെയും പേരിൽ മാത്രമായത് എങ്ങനെയെന്ന് അവൾക്ക് മനസ്സിലാവും. അവൾ പിറ്റേന്ന് തന്നെ ഗ്രാൻഡ്പയെ വന്ന് കാണുന്നുണ്ട്. അവളുടെ ആ സീക്രട്ട് ഫൂവിനോട് പറയാത്തതിന് ഗ്രാൻഡ്പയോട് താങ്ക്സ് പറയുന്നുണ്ട് അവൾ. ഗ്രാൻഡ്പ പറയും, നിനക്ക് എപ്പോൾ അവനോട് പറയാൻ തോന്നുന്നു അപ്പോൾ നീ അവനോട് പറഞ്ഞാൽ മതി, ഞാൻ ഈ കാര്യത്തിൽ എന്തായാലും ഇടപെടാനായിട്ട് വരില്ല. അവളപ്പോൾ ഗ്രാൻഡ്പയോട് ഒരു ഫേവർ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അവളുടെ കമ്പനിയിൽ ഒരുപാട് സാമ്പത്തിക ക്രമക്കേട് നടന്നിട്ടുണ്ട്, അത് ഗ്രാൻഡ്പയുടെ കമ്പനിയുടെ സഹായത്തോടു കൂടി ഒന്ന് അന്വേഷിക്കാൻ പറ്റുമോ എന്നറിയാനാണ് അവളിപ്പോൾ വന്നിരിക്കുന്നത്. അവളുടെ രണ്ടാനമ്മ വെറുമൊരു നിസ്സാരക്കാരിയല്ല എന്ന് അവൾ ഗ്രാൻഡ്പയോട് പറയാണ്. ഗ്രാൻഡ്പയ്ക്ക് വയസ്സും പ്രായമായി, എന്തായാലും ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല, പക്ഷേ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ ഞാൻ എന്തായാലും നിനക്ക് പരിചയപ്പെടുത്തി തരാം എന്ന് ഗ്രാൻഡ്പ പറയാണ്. അവളപ്പോൾ ആവേശത്തോടെ ചോദിക്കുകയാണ്, ആരാണത്? ആരായാലും അയാളുടെ റെക്കമെൻഡേഷൻ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ ഗ്രാൻഡ്പ പറയും, അത് മറ്റാരുമല്ല, ഫൂ യങ്ചാങ് തന്നെയാണ്. അവനിങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല കഴിവുള്ളവനാണ്, നിന്നെ എന്തായാലും ഹെൽപ്പ് ചെയ്യാനായിട്ട് അവന് സാധിക്കും. എന്നിട്ട് ഗ്രാൻഡ്പ വീണ്ടും അവളുടെ ഡിവോഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണ്. നീ ഡിവോഴ്സിനെ കുറിച്ച് ഇപ്പോൾ തൽക്കാലം ചിന്തിക്കേണ്ട, അവനുമായിട്ടുള്ള നിൻ്റെ ഈ വിവാഹം അത് എപ്പോഴും നിനക്ക് ഹെൽപ്ഫുൾ ആയിരിക്കത്തേ ഉള്ളൂ. അവൾ പോയതിന് ശേഷം ഗ്രാൻഡ്പ ഫൂവിനെ വിളിക്കുകയാണ് അങ്ങോട്ടേക്ക്. ഫൂ വീണ്ടും അറിയാണ് ഷെൻമിയാൻ ഡിവോഴ്സ് ചെയ്യുന്നില്ല, തൽക്കാലം ആ തീരുമാനം മാറ്റി വെച്ചേക്കുകയാണെന്ന്. അതറിയുമ്പോൾ അവൻ വീണ്ടും വിചാരിക്കണം, ഈ പെണ്ണ് കാരണം മനുഷ്യനൊന്ന് ഡിവോഴ്സ് ചെയ്യാനും പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഗ്രാൻഡ്പ പറയുന്നുണ്ട്, അവൾ നിന്നെ ഡിവോഴ്സ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴല്ല, നീ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യണം. അവളുടെ ഫാമിലിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അത് നീ ഒന്ന് സോൾവ് ആക്കി കൊടുക്കണം. ഫൂ ഇറിറ്റേറ്റഡ് ആവുന്നുണ്ടെങ്കിലും ഗ്രാൻഡ്പയോട് ചോദിക്കുകയാണ്, എന്താ ഇപ്പോഴത്തെ പ്രശ്നം? ഗ്രാൻഡ്പ പറയും, അവളുടെ രണ്ടാനമ്മ കുറച്ച് പ്രശ്നക്കാരിയാണ്, കമ്പനിയിൽ എന്തോ സാമ്പത്തിക തിരിമറി നടത്തിയിട്ടുണ്ട്, കമ്പനിയിൽ നിന്ന് കുറച്ച് പൈസ അവർ കട്ടെടുത്തെന്നാണ് തോന്നുന്നത്, നീ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക. ഇത് നടക്കുവാണെങ്കിൽ ഞാൻ നിനക്ക് പെണ്ണിയെ വിവാഹം കഴിച്ചു തരാം. ആ ഒരൊറ്റ വാക്ക് മതി, അവൻ 100% തയ്യാറാണ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടും. അവൻ ചാടിക്കുട്ടി എഴുന്നേറ്റ് പോകാൻ നിൽക്കുമ്പോൾ ഗ്രാൻഡ്പ പറയുന്നുണ്ട്, വളരെ സീക്രട്ടായിട്ട് വേണം നീ ഇതൊന്ന് അന്വേഷിക്കാനായിട്ട്. ഒരു കാര്യം ചെയ്തോ, ഷെങ്മിയാന് വേണ്ടിയിട്ടല്ലേ നീ ഇത് ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് പെണ്ണിയെ വേണേ നീ കൂട്ടിക്കോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഫൂവും സെക്രട്ടറിയും കൂടി സംസാരിച്ചുകൊണ്ട് പോകുമ്പോൾ ലിയാങ് അവൻ്റെ എൻഗേജ്മെൻറ്റ് പാർട്ടിയുടെ ഫ്ലെക്സ് സെറ്റ് ചെയ്യുന്നതാണ്. ലിയാങ് ഫൂവിനെയും കാണും, ഫൂ ലിയാങ്ങിനെയും കാണും. പെട്ടെന്ന് ലിയാങ് ഓടി ചെന്നിട്ട് ചെളി പുരണ്ട മോപ്പെടുത്തോണ്ട് വന്ന് അവൻ്റെ ഫേസിൽ നിന്ന് തേക്കുകയാണ്. കാരണം ഫൂ കാണാൻ പാടില്ലല്ലോ ഇവൻ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന്, എനിക്ക് പെണ്ണി പറഞ്ഞേക്കുന്ന പ്ലാൻ പൊളിയും. ഫൂ അങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് തന്നെ അവൻ ആ മോപ്പ് വെച്ച് തറ തുടയ്ക്കുന്നത് പോലെ ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട്. ഫൂ വന്നിട്ട് ലിയാങ്ങിനോട് ചോദിക്കുന്നുണ്ട്, എന്നു മുതലാണ് നിനക്കിവിടെ തൂക്കുന്ന പണി കിട്ടിയേ? ലിയാങ് പറയും, എനിക്ക് ഈ ഹോട്ടലിൻ്റെ റെനോവേഷൻ പ്രോജക്റ്റ് കിട്ടിയിട്ടുണ്ട്,
അതുകൊണ്ട് തന്നെ ഞാനൊന്ന് മെഷർമെൻറ്റ് അളന്ന് നോക്കിയതാ. ഫു അപ്പോൾ ഫ്ലെക്സിലുള്ള ലിയാങ്ങിൻ്റെ മുഖം ശ്രദ്ധിക്കുന്നുണ്ട്. ലിയാങ് മാക്സിമം അവൻ കാണാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫു കണ്ടു. ഫു എന്നിട്ട് ലിയാങ്ങിനോട് പറയും, നിന്റെ മുഖത്ത് കുറച്ച് ചെളി വാരി തേച്ചെന്നും പറഞ്ഞ് എനിക്ക് നിന്നെ മനസ്സിലാവില്ല എന്നാണോ? ഇനിയെങ്കിലും സത്യം പറഞ്ഞൂടെ, നീയും പെന്നിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? അപ്പോൾ ലിയാങ് അങ്ങ് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഫു എനിക്കും ഇത് കഷ്ടപ്പാടാ. എനിക്ക് പെന്നിയെ ഒഫൻഡ് ചെയ്യാൻ പറ്റില്ല, അതേസമയം എനിക്ക് നിങ്ങളെ ഒഫൻഡ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇപ്രാവശ്യം ഞാൻ സത്യം പറയാനായിട്ട് പോവാ. പെന്നിയും ഞാനും ശരിക്കും കപ്പിളല്ല. അത് കേൾക്കുന്നതും ഫുവിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്നിട്ട് ഫു പറയും, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു പെണ്ണി നിന്നെ പോലെ ഒരുത്തനെ ഒരിക്കലും സ്നേഹിക്കില്ല. എന്നിട്ട് അവൻ്റെ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൻ ലിയാങ്ങിന് ഒരു ക്രെഡിറ്റ് കാർഡ് കൊടുത്തിട്ട് പോവാണ്. അതിൻ്റെ പാസ്വേഡ് പെന്നിയുടെ ബർത്ത് ഡേറ്റ് ആണെന്നും പറയുന്നുണ്ട്. അവനെ കാർഡ് കിട്ടിയ സന്തോഷത്തിൽ മനസ്സിൽ പറയുന്നുണ്ട്, ഫു വളരെ നല്ല മനുഷ്യനാണ്. പോയ ഫു വീണ്ടും തിരിച്ചു വന്നിട്ട് പറയും, ഇപ്പം പറഞ്ഞ കാര്യം അത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. പെണ്ണിയോട് നീ ഇത് പറയാനായിട്ട് പോകണ്ട. പറഞ്ഞ നീയും നിൻ്റെ സ്റ്റുഡിയോയും പിന്നെ ഉണ്ടാവില്ല. അവനവിടെ നിന്ന് നേരെ വരുന്നത് പെന്നിയുടെ ഓഫീസിലേക്കാണ്. അവളോട് വന്നിട്ട് ചോദിക്കും, നീ എന്നിൽ നിന്ന് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? അപ്പോൾ അവൾ മനസ്സിൽ വിചാരിക്കുന്നത്, ഇവനെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഇനി ഗ്രാൻഡ് പോ വല്ല സത്യവും പറഞ്ഞോ? അവൾ അവനോട് എന്ത് പറയുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദ സ്റ്റോറി പാണ്ട.